ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ലക്ഷ്മിയും അനിമോളും കൂടി വമ്പൻ അടി നടക്കുകയാണ്. കാരണം അനിമോള് കിച്ചണിൽ വന്നപ്പോഴത്തേക്കും ചപ്പാത്തി ഒരുപാട് ചുട്ടിരിക്കുന്നു, ചോറും ഒരുപാടുണ്ട്. അപ്പോൾ അനിമോള് പറയുന്ന ചപ്പാത്തി കുറച്ച് ചുട്ടാൽ മതിയല്ലോ, ചോറും ചപ്പാത്തിയും കൂടെ എല്ലാവർക്കും കൊടുക്കണം, അപ്പം ചപ്പാത്തിയുടെ മാവ് കുറച്ചെടുത്താൽ മതി, ചോറ് തീരുകയും ചെയ്യും. ലക്ഷ്മിയോട് രാവിലെ പറഞ്ഞതാണ്, അളന്നെടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്കറിയാം എന്നും പറഞ്ഞ് വലിയ ആൾ ചമഞ്ഞതാണ്. ഇപ്പോൾ ഒരുപാട് ചോറ് മിച്ചം വരുന്നത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും, നാളെ എടുക്കും, ആര് തിന്നാനാ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അത് ഞങ്ങൾ തിന്നും, അത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു, അതങ്ങ് അളന്നെടുത്താൽ പോരെ, കൂടുതൽ സംസാരിക്കാൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കാണ്. അപ്പോൾ ആദില വരുന്നത്, അപ്പോൾ ആദില പറയുന്നത് കറക്റ്റ് എടുത്തിരുന്നെങ്കിൽ മിച്ചം വരത്തില്ലല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കുന്നത് എന്തിനാണ്, അത് ഞാൻ കഴിക്കും, അത് 3-4 പേരുടെ ചോറുണ്ട്. അനുമോള് പറയുകയാണ്, ബിന്നി എപ്പോഴും അളന്നാണ് എടുക്കുന്നത്, ഇതെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ അരിയെല്ലാം കൂടെ വാരിയിട്ട് എന്നിട്ട് അത് മിച്ചം ഇരിക്കുന്നു, ഇത് എല്ലാവർക്കും കൂടെ കുറച്ച് ചോറും ചപ്പാത്തിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അത് തീർന്നേനേന്നും പറഞ്ഞ് ഭയങ്കര അടി നടക്കുകയാണ്. അപ്പോൾ ആദില അനുമോളുടെ സപ്പോർട്ട് ചെയ്താ പറയുന്നത്, അത് അരി കുറച്ചെടുത്താൽ മതിയായിരുന്നല്ലോ, ഫ്രിഡ്ജിൽ വെക്കേണ്ടതിന്. അത് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഫ്രിഡ്ജിൽ എത്ര ദിവസം ഇരുന്നാലും കേടാവത്തില്ല എന്ന് പറയുന്നത്. അല്ല, അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയണ അവൾ കുറച്ച് ഷോ ഇറക്കാൻ വേണ്ടിയും കണ്ടൻറ്റ് ഒപ്പിക്കാൻ വേണ്ടിയും വഴക്കിനായിട്ട് ഇങ്ങനെ വരുവാണ് എന്ന് പറയും. വീണ്ടും അനുമോൾ വന്നിട്ട് പറയണത്, ഞാൻ ഷോ ഇറക്കാനല്ല, കറക്റ്റ് അളവിന് എടുക്കണമായിരുന്നു, പിറ്റേന്ന്. എന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ ഒരു കുന്ന് അരി അങ്ങോട്ട് എടുത്ത് വെച്ചോ, വെറുതെ റേഷൻ കിട്ടുന്നതല്ലേ, എന്നിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് അനുമോളും ലക്ഷ്മിയും കൂടെ ഭയങ്കര വഴക്ക്.